പ്രബുദ്ധരായിട്ടുള്ള പ്രിയ വോട്ടർമാരെ, ഏറ്റവും സ്നേഹമുള്ള സമിതിദായകരെ, നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. നമ്മളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. സോഷ്യൽ ഓർഗനൈസേഷൻ പാർട്ടി എന്ന് പറയുന്ന നമ്മളുടെ സോപ്പ് പാർട്ടിയുടെ ഏറ്റവും ശക്തനും ജനകീയനുമായിട്ടുള്ള പ്രസിഡന്റ്, ആദരണീയനായിട്ടുള്ള നമ്മളുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട വാസുക്കുട്ടൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി വാസുക്കുട്ടൻ ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടു കൂടി യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. പിഞ്ഞാണമുക്ക് പഞ്ചായത്തിൻ്റെ പ്രബുദ്ധരായ വോട്ടർമാരെ, നമുക്ക് ഏറെ ആഹ്ലാദകരമായ ഏറ്റവും സന്തോഷപ്രദമായ ഒരു സുദിനമാണിന്ന്. പിഞ്ഞാണമുക്ക് പഞ്ചായത്തിൽ നിന്ന് ജയിച്ചു വരുന്ന ഒരാൾ ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആകാനുള്ള സാധ്യത നമ്മുടെ പാർട്ടിയുടെ പിൻബലത്തിൽ ഉണ്ട് എന്ന് ഊന്നി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രശസ്തനായ എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, സിനിമാ നടൻ, സംവിധായകൻ എന്നീ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് നമ്മുടെ നാടിൻ്റെ പേരും പെരുമയും മറ്റ് നാടുകളിലേക്ക് എത്തിച്ച പ്രമുഖനായ സ്ഥാനാർത്ഥി ഈ പിഞ്ഞാണമുക്ക് പഞ്ചായത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. കലാസാഹിത്യ സിനിമാ നാടക രംഗങ്ങളിൽ എന്നതിലുപരിയായി നല്ലൊരു പൊതുജന സേവകൻ കൂടിയാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ വരികയും നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുമാണ്. സോപ്പ് പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പ്രബുദ്ധരായ എല്ലാ വോട്ടർമാരെയും ക്ഷണിക്കുന്നു. സോപ്പ് പാർട്ടിക്ക്, സോപ്പ് പാർട്ടിക്ക്. നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഒരേ ഒരു സെലിബ്രിറ്റി, അഭിമാനപൂർവ്വം നമ്മൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി കലാരംഗം കലാധരൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നു. മാറ്റത്തിന്റെ കാഹളമായി നമ്മുടെ നാടിൻ നായകനായി പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം കാത്തിരുന്ന നിമിഷം സമാഗതമായിരിക്കുന്നു. ഈ പഞ്ചായത്തിന്റെ ഒരേ ഒരു സെലിബ്രിറ്റി എന്ന് ഞാൻ മുമ്പ് വിശേഷിപ്പിച്ച നമ്മൾക്കേവർക്കും പ്രിയങ്കരനായ കലാരംഗം കലാധരൻ, കലാധരൻ കി. നമ്മുടെ സോപ്പ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കലാധരൻ കി, കലാധരൻ കി, കലാധരൻ കി. ഇരിക്കണ ജീപ്പ് ഉണ്ടോ? ജീപ്പേ നീപ്പോ നമ്മുടെ നാടിൻ നായകനായി വലിയൊരു പ്രശ്നം ഇപ്പൊ വന്നേക്കുന്നത്. കാര്യം പറഞ്ഞു. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനാർത്ഥി കലാധരൻ നോട്ടില്ല. അർജി കൊടുത്തിട്ടുണ്ട്. നീ അർജി കോടതി തള്ളി. ഈ സമയത്ത് ഈ 11 മണിക്കൂറിൽ ഇനി എന്നാ ചെയ്യും? എനിക്കൊരു ഉത്തരവാദിത്വമില്ല. എല്ലാം പ്രസിഡന്റിന്റെ കാര്യമല്ല. പ്രസിഡന്റാണ്. സ്ഥാനാർത്ഥിയെ കിട്ടി, എന്ത് ചെയ്യും? ചീട്ട് സൂര്യ മാത്രം വാരി വെച്ചോ, വാരിക്കൊണ്ട് പോവാം. നിന്നെ സ്ഥാനാർത്ഥിയാക്കിയ പ്രസിഡന്റ് നമ്മുടെ പ്രസിഡന്റ് ഇപ്പൊ സ്ഥാനാർത്ഥിയാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഇവന്മാരെ തോപ്പിച്ചു, ഈ പ്രാവശ്യം ജയിക്കും. സെലിബ്രിറ്റി കലാധരന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല.
ഹർജി തള്ളിപ്പോയതുകൊണ്ട് മത്സരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ പുതിയ സ്ഥാനാർത്ഥിയെ ഞാൻ പ്രഖ്യാപിക്കുന്നു. ചീട്ട് സുര. പിഞ്ഞാണമുക്ക് പഞ്ചായത്തിന്റെ കണ്ണിലുണ്ണി. നമ്മുടെ സ്ഥാനാർത്ഥി ചീട്ടു സുരാക്കി. ചീട്ടു സുരാക്കി. അല്ല, അപ്പൊ സ്ഥാനാർത്ഥിയല്ല, പിന്നെ ഈ വെള്ളമുണ്ടിന്റെ കാര്യമില്ല. ചീട്ടു സുരാക്കി. ചീട്ടു സുരാക്കി. ചീട്ടു സുരാക്കി. ചീട്ടു സുരാക്കി. ചീട്ടു സുരാക്കി. സെലിബ്രിറ്റിയായ ഞാനിപ്പം തെരുവ് പറ്റി.